ഈ ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗം സൃഷ്ടിക്കുകയാണ്. താങ്ക്സ് ടു വ്യൂവേഴ്സ്. എങ്ങനെയാണ് ഇത്രയേറെ പ്രചാരണം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? കാരണം മില്യൺസ് ആണ് മിസ്. അതെ, മില്യൺ കഴിഞ്ഞു. 4 days തന്നെ 1 million കഴിഞ്ഞായിരുന്നു. എത്ര നാളായി ഇങ്ങനെ ഒരു സംഗീത രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 2 ഫിലിം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഫിലിം ശുഭദിനം എന്ന് പറഞ്ഞ ഫിലിമിൽ ഞാനാണ് അതിൻ്റെ 2 പാട്ടുകൾ എഴുതിയത്, ലിറിക്സ് എഴുതിയത്. ലിറിക്സ് എഴുതുക മാത്രം അല്ല, അദ്ദേഹം ഒരു അഭിനേതാവ് കൂടിയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ട് ആ ജോലികളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ സംഗീത രംഗത്തേക്കൊക്കെ കടന്നത് എന്നുള്ളതാണ്. അതേക്കുറിച്ചൊക്കെ ഗവൺമെൻറ് ജോലി കിട്ടി. അത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത ആ സമയത്താണ് ഗവൺമെൻറ് ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ടാലൻറ്റ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ആരംഭിക്കുകയാണ്. ടാലൻറ്റ് അക്കാഡമി അതുപോലെ പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അത് 2023 വേറൊരു ലിസ്റ്റഡ് കമ്പനി അക്വയർ ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ തന്നെ 2 ഫിലിം ചെയ്തത്, വിരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, അതുപോലെ ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രാജ്യവികസനത്തിനായി ചെയ്യുന്ന പല കാര്യങ്ങളും രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മാതൃകയാണ്. നമ്മുടെ ഇടത് വലത് മുന്നണികൾ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അവരുടെ തെറ്റായ കാഴ്ചപ്പാടൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. എങ്ങനെയാണ് അക്കാര്യത്തിലൊക്കെ ഒരു അഭിപ്രായം? നമുക്ക് നമ്മുടെ നാടിന് വേണ്ടത് വികസനമാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്നത് ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറിയിട്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഒരു സ്ഥലത്തും നടക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മുഴങ്ങിക്കേൾക്കുന്ന ഏറ്റവും കൂടുതൽ മീഡിയയിലായാലും ജനങ്ങളുടെ ഇടയിലായാലും ഒക്കെ നേതാക്കളും മീഡിയയും എന്താണ് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നത്, അതിനായിരിക്കും ജനങ്ങളും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥ വികസനം, യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊക്കെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഈ ടാലൻറ്റ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു കോച്ചിങ് സെന്ററിനെ കുറിച്ച് കേട്ടു. ഇതെങ്ങനെയാണ് ഈ സർക്കാർ ജോലി എന്നുള്ളത് ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാണ് അത്തരമൊരു സംരംഭത്തിലേക്കൊക്കെ കടക്കാം? അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊടി പിടിക്കുന്നവന് സർക്കാർ ജോലി, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അവിടെ നിന്നൊക്കെ മാറി പാട്ടിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഗാനമായി അവതരിപ്പിച്ച് നമ്മളത് കേട്ടു. ഞാൻ പറഞ്ഞതുപോലെ കൊടി പിടിക്കുന്നവന് ജോലി എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി, അല്ലെങ്കിൽ അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സർക്കാർ ജോലി എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് താങ്കൾ എത്തി. അതും ഒരു ജോലിയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി ജോലികൾ വേണ്ട എന്ന് വെച്ചിട്ടാണ് അല്ലേ ഈ ഒരു പ്രൊഫഷനിലേക്കൊക്കെ മാറിയത്. ഗാനരചയിതാവാണ്, അഡ്വക്കേറ്റാണ്, അങ്ങനെ പല പ്രൊഫൈല് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ. അത് 2004 വരെ ഞാൻ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ എൻ്റെ നാട്ടിൽ കള്ളിക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ വളരെയധികം ആക്റ്റീവായിട്ട് ചുമതലകളൊക്കെ വഹിച്ചുകൊണ്ടിരുന്നതാണ്. 2004 എനിക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ തിരുവനന്തപുരം അഡ്മിഷൻ കിട്ടിയ സമയത്ത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് റീലൊക്കേറ്റ് ചെയ്തു. ആ സമയത്താണ് നമ്മുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കൂടുതൽ ആൾക്കാരും PSC പഠനത്തിന് വേണ്ടിയിട്ട് തിരിയുന്നതായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ PSC പഠനത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും. ഞാൻ വിചാരിക്കാതെ തന്നെ എനിക്കത് ജോലിയും കിട്ടി ആ സമയത്ത്. പിന്നെ തുടർന്ന് വന്ന ഒരു ജോലി കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു, ഗവൺമെൻറ് ജോലിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഏറ്റവും ഉയർന്ന ജോലി വാങ്ങണം ഒരാഗ്രഹം വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും ഏജ് ഓവറായിരുന്നു. ഒരു ചാൻസിൽ തന്നെ എനിക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് എഴുതാൻ വേണ്ടിയിട്ട് സാധിച്ചു. പക്ഷേ അടുത്ത ചാൻസ് എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ഏജിൻ്റെ ഒരു പ്രോബ്ലം വന്നു. അത് ഞാൻ ധരിച്ചിരുന്നത് 2 ചാൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ അന്ന് 30 years വരെയാണ് അപ്പോഴുണ്ടായിരുന്നത്. പക്ഷേ 30 years ആവുന്നതിന് മുമ്പ് തന്നെ അത് കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിനുശേഷം ചോദിച്ചോളൂ. അല്ല, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിക്കേണ്ട കാര്യമായിരുന്നു, BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയാണ് താങ്കൾ. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഒപ്പം സജീവമായി തന്നെ
ഇപ്പോൾ അതിനുള്ള ഒരു സമയമൊക്കെ ഉണ്ടോ? കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വന്തം സംരംഭമുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ ഒരു BJP അതൊരു വലിയൊരു ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറാണ് താങ്കളുടെ ഈ ഗാനമൊക്കെ റിലീസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഒരു അവസരത്തിലേക്കൊക്കെ എത്തിയത്? ഞാൻ 2004 വരെ ഞാൻ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നല്ലോ. അതിനുശേഷം കുറച്ചു കാലം സിവിൽ സർവീസിൻ്റെയും സിവിൽ സർവീസ് കിട്ടാതായപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ഡിപ്രഷനൊക്കെ ആയി. അപ്പോഴാണ് ഗവൺമെൻറ് ജോലി, പല ഗവൺമെൻറ് പഞ്ചായത്ത്, സെയിൽ ടാക്സ്, KSCB അങ്ങനെ പലതരത്തിലുള്ള ജോലികൾ കിട്ടി. പിന്നെ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിട്ടുള്ള ജോലി കിട്ടി. പക്ഷേ ഇതിൽ ആ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്നുള്ള ജോലിയിൽ മാത്രം ഒരു 35 ഡേയ്സ് ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ടാലൻ്റ് അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. ടാലൻ്റ് അക്കാഡമിയും പബ്ലിക്കേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനിടയിൽ തന്നെ 2014-15 കാലഘട്ടത്തിൽ വീണ്ടും പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും ടാലൻ്റ് അക്കാഡമി ബ്രാഞ്ചുകളും ഒക്കെ ആയിട്ട് കേരളത്തിൽ അങ്ങോളം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉത്തരവാദിത്വമായിരുന്നു. അപ്പോഴത്തേക്കും ഞാനത് വീണ്ടും പാർട്ടി ബ്രേക്ക് എടുത്തു. പിന്നെ അതിനുശേഷം കഴിഞ്ഞ 2 വർഷം മുന്നേ ടാലൻ്റ് അക്കാഡമി വേറൊരു ലിസ്റ്റഡ് കമ്പനി അക്യൂർ ചെയ്തു. ഇപ്പോൾ അതിനുള്ളിൽ തന്നെ ഒരു IT കമ്പനി, വേവിത എന്ന് പറഞ്ഞിട്ട് IT കമ്പനി, വിസ്കൂൾ എന്ന് പറഞ്ഞിട്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷനും അതുപോലെ നീറ്റിൻ്റെയൊക്കെ ക്ലാസ് നടത്തുന്ന IT അപ്സ്കിൽ ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനവും കൂടെ ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ തിരക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടി അല്ലേ, നേരത്തെ പറഞ്ഞു സിവിൽ സർവീസ് ആയിരുന്നു താല്പര്യമുള്ള വിഷയമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിവിൽ സർവൻ്റ് ആവേണ്ട ആവശ്യമില്ല പൊതുജനങ്ങളെ സേവിക്കാൻ, അതുകൊണ്ടാണോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമെന്ന് കരുതി? അത് കുഞ്ഞുനാളിലെ മുതലേ എനിക്ക് ഗവൺമെൻറ് ജോലിയോട് യഥാർത്ഥത്തിൽ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ലോ കോളേജിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു എല്ലാവരും PSC പഠിക്കുന്നത്, അങ്ങനെ അതിലേക്ക് ആയിപ്പോയതാണ് ഞാൻ. പക്ഷേ നമ്മൾ ഏത് മേഖലയിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അവിടെ ഇഷ്ടത്തോടു കൂടി കാര്യം ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അതിൽ ഞാൻ ഇൻവോൾവായി കിട്ടി. പിന്നെ അതിൽ തന്നെ അങ്ങ് ഫോക്കസ് ചെയ്തു. പിന്നെ അത് ഗവൺമെൻറ് ജോലി എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ധാരാളം പേർക്ക് ഗവൺമെൻറ് ജോലി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എവിടെ പോയാലും, ഏത് ഗവൺമെൻറ് ഓഫീസിൽ പോയാലും ഞാൻ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ എൻ്റെ ബുക്ക് വായിച്ചതോ ആയിട്ടുള്ള, ബുക്ക് വെച്ച് പഠിച്ചിട്ടോ ജോലി കിട്ടിയായിട്ടുള്ള ഒരുപാട് പേരെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് തന്നെ ജീവിതത്തിൽ നമുക്കൊരു വലിയ മഹാഭാഗ്യമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അല്ല, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് പ്രൊഫഷൻസിലൂടെ കടന്നുപോയ, അല്ലെങ്കിൽ പ്രൊഫൈല് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മേഖലകളിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തി കൂടിയാണ് ശ്രീ ഗിരീഷ് നെയ്യാർ. അപ്പോൾ നമ്മുടെ ഒരു ടൈറ്റിൽ എന്തായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? അതായത് നമ്മൾ ഏത് രീതിയിൽ അറിയപ്പെടണമെന്നാണ് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും, എന്നാലും ഒരു പ്രത്യേക ഇഷ്ടം ഒരു വിഷയത്തോട് ഉണ്ടാവുമല്ലോ. ഒരു വിഷയം ഒന്ന് അങ്ങനെ ചോദിച്ചാൽ, നമുക്ക് എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അത് നേരായ മാർഗത്തിലൂടെ മറ്റുള്ളവർക്ക്, അതായത് എ പേഴ്സൺ ഷുഡ് സേ ബിക്കോസ് ഓഫ് യു ഐ ആം ഹിയർ, അങ്ങനെ ഒരു പറയാനുള്ള ഒരു അവസ്ഥ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോഴാണല്ലോ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകുന്നത്. ഈ ഗാനരചനയെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് പാടും? ഇല്ല, ഒരു 2 വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുണ്ട്. എന്തായാലും പാടിക്കരുത്, അത് നേരത്തെയും എന്നോടൊന്ന് സൂചിപ്പിച്ചിരുന്നു പാടിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പാടാൻ രചനയിലാണ് താല്പര്യം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ നേരത്തെ പറഞ്ഞു ഈ ഒരു തീം സോങ് മാത്രമല്ല സിനിമയിൽ ഗാനരചന നടത്തിയിരുന്നു താങ്കൾ. ഈ വിരുന്ന് അടക്കമുള്ള 2 സിനിമകളിൽ, വിരുന്നിലും ശുഭദിനവും ഞാൻ തന്നെ പ്രൊഡക്ഷനും ചെയ്തിട്ടുണ്ട്. പക്ഷെ വിരുന്നിലല്ല, ശുഭദിനത്തിലാണ് ഞാൻ അതിലെ വരികൾ ഞാനാണ്. അതെ അതെ. എങ്ങനെയാണ് ഈ അഭിനയത്തിലേക്ക് കടക്കണം എന്ന് എപ്പോഴാണ് ആ ഒരു ആഗ്രഹമൊക്കെ ഉദിച്ചത്? അഭിനയത്തിൽ അത് കുഞ്ഞുനാളിലെ മുതലേ ഉണ്ട്. കാരണം ഞാൻ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ 8th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് എനിക്ക് പഠനം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് തന്നെ നാടകമൊക്കെ എഴുതിയിട്ട് സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയൊക്കെ ചെയ്ത ഒരു ഓർമ്മ എനിക്കുണ്ട്.
അങ്ങനെ കലാ സാംസ്കാരിക അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും സ്റ്റുഡൻറ്റ് ആ സമയത്ത് പഠിക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെയുള്ള ഇലക്ഷനിൽ മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ആ സമയം ഞാൻ വിജയിച്ചതായിട്ടൊക്കെ ഉള്ള ഓർമ്മ എനിക്കുണ്ട്. പക്ഷേ അതിനിടയിൽ പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഉണ്ട്. പിന്നീട് പ്രൈവറ്റായിട്ട് പഠിക്കാനും ഈ ബാക്കിയുള്ള വിദ്യാഭ്യാസം പുനരാരംഭിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. പക്ഷേ അപ്പോഴും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ അതിൽ നിന്ന് അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമ്മൾ വിട്ടിട്ട് അതിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അതെല്ലാം ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു. കോവിഡ് സമയത്താണ് ഫിലിമും ഇങ്ങനെയുള്ള കലാപ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അല്ല, നേരത്തെ പറഞ്ഞു ഈ ഔപചാരിക വിദ്യാഭ്യാസം നിർത്തിയതിനെ കുറിച്ചിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 8ാം ക്ലാസ്സിലായപ്പോൾ ഔപചാരിക വിദ്യാഭ്യാസം നിർത്തിയല്ലേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നത്? അല്ല, ആ സമയത്ത് നമ്മുടെ നാട്ടിലെ പല കുട്ടികൾക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ നമുക്ക് സാഹചര്യം അങ്ങനെയായിരുന്നു. മീൻസ് ഫിനാൻഷ്യലി അമ്മ കുഞ്ഞിലെ മരിച്ചതാണ്. 6 വയസ്സുള്ളപ്പോൾ തന്നെ അമ്മ മരിച്ചതാണ്. അപ്പോൾ അറിയാമല്ലോ, അപ്പോൾ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ തന്നെ പല വീടുകളിലും കുട്ടികളുടെ അവസ്ഥ അറിയില്ലേ. അപ്പോൾ പ്രത്യേകിച്ച് അമ്മയില്ലാതെ കുട്ടികൾ വളരുന്നത് വലിയ അമ്മയും അച്ഛനും ഒരുപോലെയാണ്. പക്ഷേ അമ്മ എന്ന് പറയുക കുഞ്ഞിലെ ആ ഒരു പ്രായത്തിലൊക്കെ അമ്മയുടെ അഭാവം വലുതായിട്ട് കുഞ്ഞുങ്ങളുടെ ജീവിത സാഹചര്യമായാലും പഠനമായാലും എല്ലാം ബാധിക്കും. അത് എനിക്കും എന്തോ വിധി. അതേക്കുറിച്ച് പറയുമ്പോൾ ആളല്പം ഇമോഷണൽ ആകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ പുത്തൻപുള്ളിയിൽ അത്തരം ഇമോഷൻസ് വേണ്ട. അതിനു പകരം നമുക്ക് ഈ ടാലൻറ്റ് അക്കാഡമിയെ കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. അത് ഈ ഗ്രാമീണ യുവാക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ആ ഒരു രീതിയിലേക്കാണോ, ആ ഒരു ആശയത്തിൽ ഊന്നിയിട്ടാണ് അല്ലേ? അതെ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എനിക്കറിയാമല്ലോ, ഞാൻ എങ്ങനെയാണ് പഠിച്ചു വന്നത് എന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഠനത്തിൽ ബുദ്ധിമുട്ടുന്ന, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കും അതുപോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ റൂറൽ ഏരിയയിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ടാലൻറ്റ് അക്കാഡമി ഞാനന്ന് സ്റ്റാർട്ട് ചെയ്തത്. ടാലൻറ്റ് അക്കാഡമി എൻ്റെ പ്രദേശത്താണ് ആദ്യമായിട്ട് ഫ്രീ കോച്ചിങ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കേരളം ഒട്ടാകെ ഒരു 45 ഫ്രാഞ്ചൈസീസും ഒരു 13-15 ഓൺ സെൻറ്റേഴ്സുമായിട്ട് മാറി. കേരളം ഒട്ടാകെ പബ്ലിക്കേഷൻസ് വളരെയധികം നല്ല രീതിയിൽ പോകുന്ന പബ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എഡ്യൂക്കേറ്റേഴ്സിനെ, പഠിപ്പിക്കുന്ന ആൾക്കാരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. അത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് AI ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന, ക്ലാസ് എടുക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. പല ആൾക്കാർക്കും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കാരണം വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കറിയില്ല എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. അതാണ് നമ്മൾ ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇപ്പോഴാകുമ്പോൾ നമുക്ക് ഗ്ലോബലി, നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി നമുക്ക് എഡ്യൂക്കേറ്റേഴ്സിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, ടെക്നോളജിക്കലി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും AI IIM ഒരു കോഴ്സും ഞാൻ AI ചെയ്യുന്നുണ്ട്. AI ഫോർ ലീഡേഴ്സ് എന്ന് പറയും. എന്തായാലും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വലിയ തിരക്കുള്ള വ്യക്തിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പുത്തൻപുലരിയിൽ പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് രാവിലെ തന്നെ ഈ ഒരു അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. ഒപ്പം തന്നെ ഒരുപാട് ഗാനങ്ങൾ ഇനി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സജീവമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തകനായി പ്രവർത്തിച്ച് അതല്ല തൻ്റെ ഇഷ്ട മേഖലകളെല്ലാം തന്നെ കീഴടക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു.